ഇതാണ് ശ്രീ രാജാ സാർ അണ്ണാമലൈ ചെട്ടിയാർ. ചെട്ടിനാട്ടിലെ കൊട്ടാരം തേടി പോയപ്പോൾ കണ്ടെത്തിയ ചരിത്രശകലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അതുല്യ വ്യക്തിത്വം. ഇന്ത്യൻ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് വകുപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ചിട്ടുണ്ട്. 1912 7 വർഷമെടുത്ത് അദ്ദേഹം പണി കഴിപ്പിച്ച ചെട്ടിനാട് പാലസ് ഇന്നും സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ പി ചിദംബരത്തിൻ്റെ മുത്തശ്ശനാണ് അണ്ണാമലൈ ചെട്ടിയാർ എന്നറിയുമ്പോൾ നമ്മുടെ കൗതുകം ഏറെ വർദ്ധിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ചെട്ടിനാട് എന്ന് പറയുന്നത് എന്താണ്? പാലസ് അല്ല, ചെട്ടിനാട് വംശം എന്താ ആളുകള് അവരുടെ അധീനതയില് ഇതുപോലെ തന്നെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. അതിലൊക്കെ ഇപ്പൊ ആളുകൾ താമസിക്കുന്നുണ്ടോ? ബാക്കിയൊക്കെ വെറുതെ അടച്ചിട്ടിരിക്കുക. അത് ശരി, ഇതൊരു ടൂറിസ്റ്റ് വില്ലേജായി മാറി. ഈ വീടുകൾ കാണാൻ പറ്റും നമുക്ക് കയറിയിട്ട്? അളകപ്പറ്റ ചെട്ടിയാരുടെ പാലസ്. അവരാണ് ഫേമസ് രാജ ചെട്ടിയാർ. അവരിപ്പോ എങ്ക ഇരിക്കുന്നത്? അവരൊക്കെ വരാതാ, ഇങ്ങോട്ട് വരാതാ? ഇത് നല്ല പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആണുള്ളത്. ഓ ഇതാ. ഓ എന്താ കെട്ടിടങ്ങളൊക്കെ? തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് കനാതുകാതൻ. ഇവിടെയുള്ള അനവധി കൊട്ടാരങ്ങളാണ് ഈ സ്ഥലത്തിന് ഇത്രയേറെ പെരുമ നൽകുന്നത്. കാരക്കുടിയിൽ നിന്നും 15 കിലോമീറ്ററും ചെട്ടിനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഈ മനോഹര ഹർമ്മ്യങ്ങൾ കാണാൻ കഴിയും. 1912 രാജാ സാർ അണ്ണാമലൈ ചെട്ടിയാർ 7 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ഈ കൊട്ടാരം പരമ്പരാഗതമായ ചെട്ടിനാട് വാസ്തുനിർമ്മിതിയുടെ അദ്ഭുത കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കലയും പാരമ്പര്യവും വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠതയും സമ്മേളിക്കുന്ന കൊട്ടാരത്തിലെ കാഴ്ചകൾ ഇത് ചെട്ടിനാട് ജനതയുടെ സാംസ്കാരിക വശങ്ങളെ തുറന്നു കാണിക്കുന്ന വിസ്മയം. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ഇന്ത്യൻ ബാങ്കിൻ്റെ സ്ഥാപകരിൽ ഒരാളുമാണ് ശ്രീ രാജാ സാർ അണ്ണാമലൈ ചെട്ടിയാർ എന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മപദത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമ്മൾക്ക് ലഭിക്കും.